ഇപ്പോൾ ഈ കാണുന്ന താറിൻ്റെ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കിങ് സൗണ്ടൊന്നുമല്ല, ഈ ബെയറിംഗ് ഒക്കെ പോയതുപോലുള്ളൊരു മൂളിച്ച. അപ്പോൾ സംഭവം ബെയറിംഗ് പോയത് തന്നെയാണ്. ഈ ക്രൗണിൻ്റെ രണ്ട് സൈഡിലെ ബെയറിംഗും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പിനിയൻ്റെ ബെയറിംഗും പോയിട്ടുണ്ട്. നോർമലി നമ്മൾ ഹൗസിങ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ക്രൗണും പിനിയനൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു പ്ലേ ഇട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഈ പ്ലേ ഇല്ലാതെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ബെയറിംഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകും. അതെങ്ങനെ സെറ്റ് ചെയ്താലും പെട്ടെന്ന് ബെയറിംഗും പോകും. ഈ ഒരു മൂളിച്ച സൗണ്ട്, ഈ ഒരു മൂളൽ സൗണ്ട് അത് മാറത്തേ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. ഓക്കെ. പിന്നെ ഈ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്നതാണ് സംഭവം. എപ്പോഴെങ്കിലും നമ്മളെ ബാക്ക് വീൽ എപ്പോഴെങ്കിലും ഒരു വീല് ഫ്രീ ആയി കറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ലോക്കാവും. അങ്ങനെ മറ്റേ വീലിലേക്കും കൂടെ ഡ്രൈവ് ചെയ്യും. അങ്ങനെ രണ്ട് വീലും ഒരേപോലെ ഡ്രൈവ് ആകും. ഓക്കെ. ഇപ്പോൾ ഈ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറണം, എങ്കിലേ സൗണ്ട് മാറുള്ളൂ. ഇപ്പോൾ ബെയറിങ്ങിൻ്റെ അവസ്ഥയാണ് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് അതിൻ്റെ ചേഞ്ച് ചെയ്ത ബെയറിങ്. ബെയറിങ്ങിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടോ. സ്ലീവും പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഉള്ളിൽ ബെയറിങ് നല്ല രീതിയിൽ കയറി പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആ സൗണ്ട് കേട്ടത്. ഈ ഹൗസിങ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ പ്ലേ ഇല്ലാതെ ടൈറ്റായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ബെയറിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.